നമ്മളിന്ന് ഫാമിലി ഒക്കെ ആയിട്ട് കുറേ നാൾക്ക് ശേഷം ഒന്ന് പുറത്ത് പോവാണ്. അപ്പോൾ ചന്ദ്രാപ്പിലൊക്കെ എത്തിയപ്പോൾ കുഞ്ഞുമ്മയും വലിയ ഉണ്ണികളൊക്കെ അവിടെ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അപൂർവത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എല്ലാവരും കൂടിച്ച് പുറത്ത് പോകണത്. അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുമ്മ, ഉമ്മ, ഞാൻ അനിയത്തി അങ്ങനെയൊക്കെ ഞങ്ങൾ പോകാറുള്ളൂ. അനിയൻ അങ്ങനെയൊക്കെ എല്ലാവരും ആയിട്ട് പോലും ഭയങ്കര കുറവാണ്. ഒന്നാമത് എല്ലാവർക്കും മടിയാവും. പിന്നെ പ്ലാനിങ് ഡെയിലി നടക്കും, പക്ഷെ പ്ലാൻ ചെയ്യണമെങ്കിൽ പകുതിയൊന്നും നടക്കില്ല. അതാണ് സത്യാവസ്ഥ. അങ്ങനെ നേരെ തൃപ്തിയാതെ എന്താ ഫുഡ് കഴിക്കാൻ കയറി. കാരണം അപ്പം തന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് വൈമാളിയിലേക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പുറത്ത് പോകലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ സനയുടെയും ഫാത്തിമയുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, പുറത്ത് പോവുക, കറങ്ങുക, ഫുഡൊക്കെ കേക്ക് കട്ട് ചെയ്തായിരുന്നു നമ്മളെ പ്ലാന്. അങ്ങനെ നേരെ നമ്മൾ വൈമാളിയിൽ പോയി ട്രെൻഡ്സിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ജസ്റ്റ് കറങ്ങി. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ ഒരു കേക്കൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അങ്ങനെ കേക്കൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ചെറിയ രീതിക്ക് നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. Happy birthday to Fatima. Happy birthday to അങ്ങനല്ല. ആദ്യമായിട്ടാണ് മാളിൽ നിന്ന് കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യണത്. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റുള്ളൊരു കേക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഞാൻ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കായിരുന്നു, ഓരോരുത്തർക്കും ഒരേ പീസൊക്കെ ഇട്ട്, അല്ലെങ്കിൽ തല്ലടക്കും. അപ്പം എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കായിരുന്നു. പിന്നെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പണ്ടൊക്കെയാണ് ഇവരുടെ ബർത്ത്ഡേ ഇങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കല്. രണ്ടുപേരും പിറ്റേ ദിവസം ആയതുകൊണ്ട് മിക്കപ്പോഴും ഒരുമിച്ചാണ് ആഘോഷിക്കല്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ സെപ്പറേറ്റ് ആണ് ആഘോഷിക്കാറ്. അപ്പൊ അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് ആഘോഷിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുമിച്ച് കട്ട് ചെയ്യണം എന്നൊക്കെ. അത് പറഞ്ഞപ്പോഴാണ് ഇതാണ് അവർക്ക് എടുത്ത ഡ്രസ്സ് കേട്ടോ. ഈ ഒരു ബേബി പിങ്ക് ആണെന്നുകൊണ്ട് കളർ, അങ്ങനത്തെ കളർ ഒരേപോലത്തെ രണ്ടുപേർക്കും ടോപ്പൊക്കെ എടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ വൈമാളിയിൽ തിരക്ക് കൂട്ടുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ക്ലാസ്സുള്ള ദിവസമായതുകൊണ്ട് സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അമ്മ ദാ വീട്ടിൽ വന്നപ്പോൾ വാപ്പാക്കൊരു പീസ് കേക്ക് മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പ ഉറങ്ങിയിരുന്നു വന്നപ്പോ വാപ്പാക്ക് അതൊക്കെ കൊടുത്തു. വാപ്പ ഹാപ്പി. അപ്പൊ അത്രയുള്ള ഗൈസ്, ബൈ.